ട്രംപ് രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. വോക്കിസ്റ്റുകൾ നിലവിളിക്കുകയാണ്. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ട്രംപ് ഇത്ര വേഗത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ട്രംപ് ചുമതലയേറ്റ് ആദ്യം 3-4 ദിനം കൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതൊക്കെ നടപ്പിലാക്കി തുടങ്ങി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടിയേറ്റ നിയന്ത്രണമാണ്. നിയമവിരുദ്ധമായി ആരും അമേരിക്കയിൽ താമസിക്കേണ്ടതില്ല എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അതിനെ ഒരു ദിവസം പോലും കാത്തു നിൽക്കാതെ ട്രംപ് നടപടി ആരംഭിച്ചു. അത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് ആർക്കും തോന്നും, എനിക്കും തോന്നി. കാരണം ഈ പറയുന്ന നിയമവിരുദ്ധമായി താമസിച്ചു എന്ന കുറ്റത്തിന് ആളുകളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. അതിനുശേഷം അവരെ കൈവിലങ്ങ് വെച്ച് അവരുടെ കാലിൽ ചെങ്ങലയിട്ട് അവരെ കൊണ്ടുപോയി സൈനിക വിമാനത്തിൽ ഇരുത്തി കൊണ്ടുപോയി. ഇരിക്കാൻ സീറ്റ് പോലുമില്ല. അതുകൊണ്ടാണ് ബ്രസീൽ പ്രതിഷേധിച്ചു. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പൊട്ടിത്തെറിച്ചു, തിരിച്ചയച്ചു. അതിന് ട്രംപ് തിരിച്ചടി കൊടുത്തു. കൊളംബിയയെ ശിക്ഷിച്ചു. അവർക്ക് 25% താരിഫ് ഏർപ്പെടുത്തി. നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു. ആർക്കും തോന്നും വളരെ സങ്കടകരമായ മനുഷ്യാവകാശ ലംഘനമാണ് സംഭവിക്കുന്നത്. പക്ഷേ ട്രംപിന്റെ ഇമിഗ്രേഷൻ സാർ എന്ന് വിളിക്കുന്ന ടോം ഹോമാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ടോം ഹോമാൻ പറയുന്നത് ഞങ്ങൾ ക്രിമിനലുകളെയാണ് കൈവിലങ്ങ് വെച്ചിരിക്കുന്നത്, അല്ലാതെ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ ചെയ്യുകയല്ല. അതായത് അനധികൃതമായി ഇവിടെ എത്തി ക്രിമിനൽ പ്രവൃത്തി ചെയ്യുന്നവർ, കൊല്ലുന്നവർ, കൂട്ടക്കൊല നടത്തുന്നവർ, മോഷ്ടിക്കുന്നവർ, വീട് കയറി ആക്രമിക്കുന്നവർ, കൊള്ള നടത്തുന്നവർ, അത്തരക്കാരെ കൈയോടെ പിടിക്കുക. നാട് നീളെ ക്രിമിനൽ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇവരൊക്കെയാണ്. എവിടെയെങ്കിലും ഒരു ക്രിമിനൽ കേസ് റിപ്പോർട്ട് ചെയ്താൽ അവിടെ ചെല്ലുന്നു. അവർ അനധികൃതമായി വന്നവരാണെങ്കിൽ കൈവിലങ്ങ് വെച്ച് കൊണ്ടുവരുന്നു. മാത്രമല്ല ഇത് കഴിഞ്ഞ കുറെ കാലമായി എങ്ങനെ പിടികൂടപ്പെട്ട് ഡിറ്റൻഷൻ സെന്ററിൽ കിടക്കുന്നവരാ. ട്രംപ് അധികാരത്തിൽ വന്നിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. ബൈഡൻ കാലത്ത് തന്നെ വിശദമായി പരിശോധനകൾ നടത്തി ക്രിമിനലുകൾ പിടികൂടപ്പെട്ട് ഡിറ്റൻഷൻ സെന്ററിലും ജയിലിലും ഒക്കെ ഉണ്ട്. അവരെയാണ് നാട് കടത്തുന്നത്. അതുകൊണ്ട് അവരെ ഈ യാത്രക്കാർ, വിമാന പൈലറ്റിന്റെ സുരക്ഷയ്ക്ക്, കൂടെയുള്ളവരുടെ സുരക്ഷയ്ക്ക് കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകാനേ കഴിയുമെന്നാണ് ഹോമൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ട്രംപ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല.